പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ബബ്ബബ്ബ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് മോഹൻലാലും ദിലീപും ഒക്കെ പ്രധാന കഥാപാത്രങ്ങളായ ചിത്രമാണ് ബബ്ബബ്ബ. ചിത്രത്തിൻ്റെ നെഗറ്റീവും പോസിറ്റീവുമായിട്ട് ഇങ്ങനെ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ചിത്രത്തിൻ്റെ തിങ്കളാഴ്ച ദിവസത്തെ ഇന്നലത്തെ കളക്ഷൻ്റെ വേൾഡ് വൈഡ് കളക്ഷൻ്റെ അപ്ഡേറ്റ് വന്നിട്ടില്ല. കേരള കളക്ഷൻ ഏകദേശം 3,40,00,000 രൂപയ്ക്ക് അടുത്ത് കേരള കളക്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ഞായറാഴ്ച ദിവസം മികച്ച കളക്ഷൻ തന്നെ കേരളത്തിൽ നിന്ന് നേടി. കേരള കളക്ഷൻ നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 19 കോടിയോളം കേരളത്തിൽ നിന്ന് ഞായറാഴ്ച കൊണ്ട് ഇത് കളക്ട് ചെയ്തിട്ടുണ്ട്. വേൾഡ് വൈഡ് ഏകദേശം 36 കോടിക്ക് മുകളിലുള്ള തുക തന്നെ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ കൃത്യമായിട്ടുള്ള അപ്ഡേറ്റ് വന്നിട്ടുമില്ല. ഏതായാലും മികച്ച രീതിയിലുള്ള കളക്ഷൻ ഞായറാഴ്ച കാണും എന്ന് തന്നെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. തിങ്കളാഴ്ച ചിത്രത്തിൻ്റെ കളക്ഷൻ ഇടിവൊക്കെ പ്രതീക്ഷിച്ച് എല്ലാവരും അല്ലേ, വൻ ഇടിവൊക്കെയാണ് പ്രതീക്ഷിച്ചത്. എല്ലാ ചിത്രങ്ങൾക്കും സാധാരണ എത്ര സൂപ്പർ ഹിറ്റ് ചിത്രങ്ങൾക്കായിട്ടും തിങ്കളാഴ്ച ഒരു ഇടിവ് നേരിടുന്നതാണ്. അതുപോലെ തന്നെ ഈ ചിത്രത്തിനും ഇടിവ് നേരിട്ടിട്ടുണ്ട്. അത് വമ്പൻ ഇടിവ്, നമ്മൾ പ്രതീക്ഷിച്ചത്ര ഇടിവ് ഉണ്ടായിട്ടില്ല എന്നതാണ് ട്രാക്കിംഗ് കളക്ഷൻ നോക്കുമ്പോൾ മനസ്സിലാകുന്നത്. ഏകദേശം 81 ലക്ഷത്തോളം ട്രാക്കിംഗ് കളക്ഷൻ. അങ്ങനെയെങ്കിൽ ഇന്നും ഒരു 1.5 കോടി രൂപയ്ക്ക് മുകളിലുള്ള കളക്ഷൻ കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കേരളത്തിൽ നിന്ന്. വേൾഡ് വൈഡ് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 2.5 റേഞ്ചിൽ തന്നെ ആയിരിക്കാം ഉണ്ടാകാൻ പോകുന്നത്. ഇന്നുകൊണ്ട് 40 കോടി പിന്നിടുമോ ഇല്ലയോ എന്നുള്ളത് ഇന്നലത്തെ വേൾഡ് വൈഡ് കളക്ഷനും കൂടെ വന്നതിന് ശേഷം മാത്രമേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഏകദേശം 37 കോടിയൊക്കെ വേൾഡ് വൈഡ് ഇന്നലെ കൊണ്ട് കടന്നിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും 40 കോടി പിന്നിടാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ 38-39 കോടിയിലേക്ക് ചിത്രം നിൽക്കുന്നതാണ് നമുക്ക് തിങ്കളാഴ്ച ദിവസം കാണാൻ പറ്റുന്നത്. വേൾഡ് വൈഡ് ഒരു 3 കോടി പ്രതീക്ഷിക്കുന്നുണ്ട്. കേരള കളക്ഷൻ 1.5 കോടി. കേരളത്തിലെ കളക്ഷൻ അങ്ങനെ 20 കോടിക്ക് മുകളിലേക്ക് പോകുന്നു. വേൾഡ് വൈഡ് കളക്ഷൻ ഏകദേശം 40 കോടിയോളം അടുക്കുന്നു. ഇതൊക്കെ തന്നെയാണ് ബബ്ബബ്ബയുമായിട്ട് ബന്ധപ്പെട്ട ഉള്ള വിശേഷങ്ങൾ. ഒത്തിരി നെഗറ്റീവും ഒത്തിരി ഡീഗ്രേഡും ഒക്കെ നേരിട്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ബബ്ബബ്ബ. പിന്നെ ചിത്രത്തിൻ്റെ കളക്ഷനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ദിലീപ് മാത്രമാണ് നായകനെങ്കിൽ 100% നമുക്ക് ഉറപ്പാണ് ഇത് ആദ്യ ദിവസം തന്നെ തകർന്നു വീണേ. പക്ഷെ ഒരു പവറായിട്ട് ലാലേട്ടൻ കൂടെ നിൽക്കുമ്പോൾ എത്ര നെഗറ്റീവ് പറഞ്ഞാലും എത്ര ഡീഗ്രേഡ് നടന്നാലും ഒരു ആവറേജ് കളക്ഷൻ ഇത് നേടും എന്നുള്ളത് 100% ഉറപ്പാണ്. അതൊരു പക്ഷേ 50 കോടിക്ക് മുകളിലുള്ള തുക തന്നെയായിരിക്കും. 50 കോടി കടന്ന് എത്ര ലെവലെത്തും എന്നുള്ളത് നമുക്കിപ്പോഴും വ്യക്തമല്ല. കാത്തിരുന്ന് കാണുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ദിലീപിൻ്റെ കരിയറിലെ ദിലീപിൻ്റെ ചിത്രങ്ങളെ സംബന്ധിച്ച് ഏറ്റവും വലിയ കളക്ഷനാണ് ബബ്ബബ്ബ നേടുന്നത് എന്നുള്ളതാണ് ഏറ്റവും രസകരമായ സംഗതി. പിന്നെ ഇതിൻ്റെ ബഡ്ജറ്റുമായിട്ടൊക്കെ തുലനം ചെയ്ത് നോക്കുമ്പോൾ ഇതിൽ ഹിറ്റാകുമോ? OTT എനിക്ക് തോന്നുന്നു OTT ഇത് വിൽക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയെങ്കിൽ 10-20 കോടിക്കൊക്കെ വിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഒരു പക്ഷേ ഇതൊരു വിജയ ചിത്രമായി മാറാൻ സാധ്യതയുണ്ട്. വരും ദിവസങ്ങളിലെ പ്രകടനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം അല്ലേ. ക്രിസ്മസിൻ്റെ അവധിക്കാലത്തൊക്കെ ഇത് വമ്പൻ കളക്ഷൻ നേടുമോ ഇല്ലയോ എന്നൊക്കെയുള്ള കാത്തിരിക്കാം. ഏതായാലും 25-ാം തീയതി നമ്മുടെ മോഹൻലാലിൻ്റെ ഋഷഭയും സർവമായൊക്കെ വരുന്നുണ്ട് നിവിൻ പോളിയുടെ. അപ്പം കളക്ഷൻ എങ്ങനെ ആകുന്നു എന്നറിയാൻ വേണ്ടിയാണ് നമ്മുടെ കാത്തിരിപ്പ്. ഏതായാലും മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാനെത്താം. ഓക്കെ, ബൈ.